ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാർ ദ്രൗപദിയോടുകൂടെ വനത്തിലാണ് കഴിഞ്ഞു വരുന്നത്. വനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദ്രൗപദിയും ഭീമനും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ആ കൗരവന്മാരെ തോൽപ്പിക്കുവാനുള്ള ബലവും ശക്തിയും വേണ്ടുവോളമുണ്ട്. അങ്ങ് ഈ ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിൽക്കാതെ നമുക്ക് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് രാജ്യം പിടിച്ചുവാങ്ങി സുഖമായി രാജകൊട്ടാരത്തിൽ ഇനി കഴിയാം. പക്ഷേ അവരുടെ വാക്കുകളെല്ലാം സ്നേഹത്തോടെ മാറ്റിവെക്കുകയായിരുന്നു യുധിഷ്ഠിരൻ. യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, ധർമ്മത്തിലൂടെ ക്ഷമയോടുകൂടെ നിന്നാൽ തീർച്ചയായും നമുക്ക് കൗരവന്മാരെ പരാജയപ്പെടുത്തി രാജ്യം ലഭിക്കുന്നതാണ്. ഈ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശവുമായി വ്യാസമഹർഷി അവിടെ എത്തുകയാണ്. വ്യാസമഹർഷി പറഞ്ഞു, ഞാൻ പറയുന്നത് മനസ്സിലാക്കി ക്ഷമയോടെ അതേവിധം നീ പ്രവർത്തിച്ച് നിന്റെ ദുഃഖത്തെ നീക്കിക്കൊള്ളുക. വ്യാസമഹർഷി പറഞ്ഞു, ഹേ യുധിഷ്ഠിര, സമയമാകുമ്പോൾ അങ്ങയുടെ സഹോദരനായ അർജുനൻ എല്ലാ ശത്രുക്കളെയും ജയിക്കും. അതിനുവേണ്ടി മൂർത്തിമത്തായ സിദ്ധി എന്ന പോലെയുള്ള പ്രതിസ്മൃതി എന്ന വിദ്യയെ എന്നിൽ നിന്ന് നീ ഗ്രഹിച്ചു കൊള്ളുക. നീ ഇത് ഗ്രഹിക്കാൻ യോഗ്യനാണ്. ഈ വിദ്യ കൊണ്ട് അർജുനൻ കാര്യം സാധിക്കുന്നതാണ്. അസ്ത്രലാഭത്തിനു വേണ്ടി മഹേന്ദ്രനെയും ശ്രീരുദ്രനെയും വരുണനെയും കുബേരനെയും യമനെയും അർജുനൻ കാണാൻ പോകട്ടെ. ഇവരിൽ നിന്ന് തൻ്റെ ശക്തി കൊണ്ടും യോഗം കൊണ്ടും അർജുനൻ അസ്ത്രങ്ങൾ നേടി മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കാൻ യോഗ്യനാണ്. അർജുനൻ ദേവകളെ തപശക്തി കൊണ്ടും പരാക്രമം കൊണ്ടും ദർശിക്കൂ. അർജുനൻ നാരായണ സഖാവും തേജസ്വിയുമായ ഋഷിയുമാണ്. ഈ കാട്ടിൽ നിന്നും നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി പാർത്തുകൊള്ളുവിൻ. ഒരിടത്ത് പല നാൾ പാർക്കുന്നത് നന്നല്ല. അസംഖ്യം ബ്രാഹ്മണർക്ക് കൂടി ഭക്ഷണങ്ങൾ നൽകി പോരുന്നവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഫലമൂലാദികൾ ഒടുങ്ങുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് അങ്ങ് മാറി താമസിക്കും. ഇപ്രകാരം പറഞ്ഞ് ധർമാത്മാവായ യുധിഷ്ഠിരനെ ഉത്തമമായ ആ വിദ്യ ഉപദേശിച്ച് സത്യവതീപുത്രനായ ആ മഹാത്മാവ് വ്യാസമഹർഷി യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സമ്മതത്തോടെ മറഞ്ഞുപോയി. പിന്നീട് പഞ്ചപാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ നിന്നും സരസ്വതീ തീരത്തിലുള്ള കാമ്യക വനത്തിൽ ചെന്ന് ചേർന്നു. തപസ്വികളും ബ്രാഹ്മണരും ഋഷികളും ദേവന്മാർ ഇന്ദ്രനെ എന്ന പോലെ യുധിഷ്ഠിരനെ അനുഗമിച്ചു. പിന്നീട് ആ കാമ്യക വനത്തിൽ മഹാത്മാക്കളായ അവർ മന്ത്രിമാരോടും പരിവാരങ്ങളോടും കൂടെ അസ്ത്രാഭ്യാസം ചെയ്തും വേദം ശ്രവിച്ചും വിധിപ്രകാരം പിതൃക്കളെയും ദേവന്മാരെയും ബ്രാഹ്മണരെയും പൂജിച്ച് വളരെ നാൾ താമസിച്ചു. അതിനിടയിൽ ഒരു ദിവസം യുധിഷ്ഠിര മഹാരാജാവ് അർജുനനെ വിളിച്ച് സാന്ത്വനപൂർവം ഇപ്രകാരം രഹസ്യമായി പറഞ്ഞു, എടോ ധനഞ്ജയ, ഭീഷ്മൻ, ദ്രോണർ, കൃപർ, കർണൻ, ദ്രോണപുത്രൻ എന്നിവർക്ക് ധനുർവേദത്തിൽ ആദാനം, സന്താനം, വിസർഗം, സംഹാരം എന്നീ 4 പദങ്ങളും വേണ്ട വിധം അറിയാം. ദൈവം, ബ്രാഹ്മം, മാനുഷം മുതലായ സർവ്വ അസ്ത്രങ്ങളും പ്രയോഗത്തിലും പ്രതികാരത്തിലും നൈപുണ്യത്തോടുകൂടെ അവർ ഗ്രഹിച്ചിട്ടുണ്ട്. അവരെ ധൃതരാഷ്ട്രപുത്രൻ ഇഷ്ടമുള്ളതെല്ലാം കൊടുത്ത് സംതൃപ്തരും സന്തുഷ്ടരുമാക്കി തൻ്റെ പക്ഷത്തിൽ നിർത്തിവരുന്നു. സർവയോദ്ധാക്കളിലും ആ യുധിഷ്ഠിരന് എല്ലായ്പ്പോഴും പ്രീതിയുണ്ട്. ആ ദുര്യോധനനിൽ സംപ്രീതനായ ആചാര്യന്മാർ അവനെ വല്ല ആപത്തും നേരിട്ടാൽ അത് പരിഹരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. ഈ ഭൂമി മുഴുവൻ ദുര്യോധനൻ്റെ അധീനത്തിലാണ്. ഗ്രാമങ്ങൾ, വനങ്ങൾ, നഗരങ്ങൾ, സമുദ്രങ്ങൾ എല്ലാം അവൻ കീഴടക്കി ഭരിക്കുന്നു. ഈ നിലയിൽ ഇനി നീ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അർജുന. വ്യാസമഹർഷി ഒരു രഹസ്യവിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അത് വേണ്ട പോലെ പ്രയോഗിച്ചാൽ ജഗത്ത് മുഴുവൻ പ്രകാശിക്കും. ഏകാഗ്രചിത്തനായ യോഗിയായി നീ മന്ത്രം കൊണ്ട് ദേവതകളെ പ്രസാദിപ്പിക്കുക. ഉഗ്രമായ തപസ്സിൽ നീ പ്രവേശിക്കണം. വില്ലും വാളും കവചവും ധരിച്ച് മഹാവ്രതനായ മുനിയായി ആർക്കും വഴി ഒഴിഞ്ഞുമാറാത്ത നീ നേരെ വടക്കോട്ട് ചെല്ലുക. സർവ്വദിവ്യാസ്ത്രങ്ങളും ഇന്ദ്രൻ്റെ കൈവശമുണ്ട്. പല ദിക്കിലുമായി കിടന്നിരുന്ന ആ അസ്ത്രങ്ങളെല്ലാം ഇപ്പോൾ ഒരു ദിക്കിൽ കിടപ്പുണ്ട്. അവ നേടുന്നതിനു വേണ്ടി പ്രിയ അർജുന, നീ ഇന്ദ്രദേവനെ സേവിക്കണം.
ആ ഇന്ദ്രനെ കാണുവാനായി ഒട്ടും വൈകാതെ തന്നെ ഇന്ന് തന്നെ പുറപ്പെടുക. തീർച്ചയായും അത് നിനക്ക് ലഭിക്കും. അർജുനൻ വിധിപ്രകാരം വ്രതം സ്വീകരിച്ചു. മന്ത്രം യുധിഷ്ഠിരനിൽ നിന്ന് ഗ്രഹിച്ച് ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ധരിച്ച് കയ്യിൽ ഉറയും മെയ്യും ചട്ടയും അണിഞ്ഞ് ബ്രാഹ്മണരുടെ ആശീർവാദം ഏറ്റ് യാത്രയ്ക്ക് തയ്യാറായി നിന്നു. അർജുനൻ്റെ ആ നിൽപ്പ് കണ്ട് ബ്രാഹ്മണന്മാർ നിനക്ക് വിജയമുണ്ടാകും എന്ന് അനുഗ്രഹിച്ചു. ദ്രൗപദിയും പറഞ്ഞു, അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ദിവ്യഭൂതങ്ങളിൽ നിന്നും സർവ്വ എതിരാളികളിൽ നിന്നും ഭവാനെ നന്മ വരട്ടെ എന്ന് ദ്രൗപദി അർജുനനെ അനുഗ്രഹിച്ചു. മഹാബാഹുവായ അർജുനൻ സഹോദരങ്ങളെയും ബ്രാഹ്മണരെയും പ്രദക്ഷിണം ചെയ്ത് ധനുസ്സെടുത്ത് പുറപ്പെട്ടു. ഇന്ദ്രനെ കാണുവാനുള്ള ആ യാത്രയിൽ അർജുനന് തടസ്സമൊന്നുമുണ്ടായില്ല. തപോധനന്മാർ വാഴുന്ന പല പർവ്വതങ്ങളും കടന്ന് ദിവ്യവും പുണ്യവുമായ ഹിമവാനിൽ ഒരു ദിവസം കൊണ്ട് എത്തിച്ചേർന്നു. പിന്നെ ഹിമവാനും ഗന്ധമാദന പർവ്വതവും കടന്ന് അർജുനൻ പല രാപ്പകൽ കൊണ്ട് ഒട്ടും ക്ഷീണം കൂടാതെ ദുർഗങ്ങളും കുന്നുകളും കടന്ന് ഇന്ദ്രകീലകത്തിൽ എത്തി. അവിടെ നിന്ന് നിൽക്കുക എന്നൊരു ശബ്ദം കേട്ട് അർജുനൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോൾ ബ്രഹ്മശ്രീ കൊണ്ട് ശോഭിക്കുന്നവനും മഞ്ഞളിച്ച ജട ധരിച്ചവനും കൃശനുമായ ഒരു തപസ്വി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് അർജുനൻ കണ്ടു. അർജുനനോട് ആ തപസ്വി പറഞ്ഞു, ഇവിടെ വന്ന നീ ആരാണ്? വില്ല്, ശരം, വാൾ, കയ്യുറ, ചട്ട ഇവ ധരിച്ചിരിക്കുന്ന നീ ഒരു ക്ഷത്രിയനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയുധം കൊണ്ട് നിനക്ക് ഇവിടെ എന്താണ് കാര്യം? ക്രോധഹർഷങ്ങൾ വെടിഞ്ഞ ശാന്തന്മാരും തപസ്വികളുമായ ബ്രാഹ്മണരുടെ വാസസ്ഥലമാണിത്. വില്ലുകൊണ്ട് ഇവിടെ കാര്യമൊന്നുമില്ല, ഇവിടെ യുദ്ധമില്ല. എടോ, നീ ആ വില്ല് താഴെ വയ്ക്കൂ. ഓജസ്സു കൊണ്ടും തേജസ്സു കൊണ്ടും നീ അന്യർക്ക് ആർക്കും ലഭിച്ചിട്ടില്ലാത്ത പരമമായ പദത്തെ ഇപ്പോൾ തന്നെ പ്രാപിച്ചിരിക്കുന്നു. ഇനി നിനക്ക് എന്തിനാണ് ഈ ആയുധമെല്ലാം? ഇപ്രകാരം ആ താപസൻ പറഞ്ഞെങ്കിലും അർജുനൻ്റെ മനസ്സിളക്കുവാൻ ആ താപസനായില്ല. അർജുനൻ ആ വില്ല് ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ താപസൻ അർജുനനോടായി പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇന്ദ്രൻ. അങ്ങേക്ക് എന്ത് വരം ആവശ്യമുണ്ടെങ്കിലും അത് തരുന്നതാണ്. എന്നോട് പറയുക. ഉടനെ അർജുനൻ ഇന്ദ്രനെ നമസ്കരിച്ച് തനിക്ക് ദിവ്യാസ്ത്രങ്ങളെല്ലാം നൽകണമെന്നും അതാണ് തനിക്ക് വേണ്ടുന്ന വരം എന്നും ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ പറഞ്ഞു, എടോ അർജുന, നീ ഇപ്പോൾ പരമമായ ഗതി പ്രാപിച്ചുവല്ലോ. ഇവിടെ എത്തിയ നിനക്ക് ഇനി എന്തിനാണ് അസ്ത്രങ്ങൾ? സർവകാമങ്ങളും നേടാവുന്ന പുണ്യലോകങ്ങളെയല്ലേ നീ ഇനി കൈവരിക്കേണ്ടത്? അർജുനൻ പറഞ്ഞു, ദിവ്യമായ ഐശ്വര്യങ്ങളെ മുഴുവൻ കിട്ടിയാലും എൻ്റെ സഹോദരങ്ങളെ ഞാൻ കാട്ടിൽ ഉപേക്ഷിക്കുകയില്ല. എനിക്കവരെ രക്ഷിക്കാനായി യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞ ആ പാണ്ഡുപുത്രനോടായി ഇന്ദ്രദേവൻ പറഞ്ഞു, ഭൂദേശനും മുക്കണ്ണനും ശൂലധാരിയുമായ ശിവനെ നീ എന്ന് കാണുന്നുവോ അന്ന് സർവ്വദിവ്യാസ്ത്രങ്ങളും ഞാൻ നിനക്ക് തരാം. നീ ആ മഹാദേവനെ കാണുവാൻ പ്രയത്നിച്ചു കൊള്ളുക. ശിവനെ ദർശിച്ചാൽ നീ സിദ്ധനായി സ്വർഗത്തിൽ വാഴും. ഇപ്രകാരം അർജുനനോട് പറഞ്ഞതിന് ശേഷം ഇന്ദ്രൻ ഇവിടെ തന്നെ മറഞ്ഞു. ഇത് കണ്ട അർജുനൻ അവിടെ തന്നെ മഹാദേവനെ കാണാനായി തപസ്സിനൊരുങ്ങി. തപസ് ചെയ്യാൻ തുടങ്ങി. ഹരേ കൃഷ്ണ.